ഒരു ഇന്റർവ്യൂ പാസ്സാവുന്ന പറഞ്ഞാൽ അത്ര മല മറിക്കണ കാര്യമൊന്നുമല്ല. ഒരു ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം കുറച്ച് പൊടിക്കൈകൾ മാത്രം ചെയ്താൽ മതി. ഇത് എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങളാണ്. നമ്മളൊരു ഇന്റർവ്യൂക്ക് പോകുമ്പോൾ അവിടെ ആദ്യം തന്നെ ഉണ്ടാവുക HR ആയിരിക്കും. സോ 90-99% HR ഒരു സ്റ്റാഫിന്റെ ലീവ്സ്, സ്റ്റാഫിന്റെ ആനുവൽ ലീവ്, സ്റ്റാഫിന്റെ സാലറി ഇൻക്രിമെന്റ്, സാലറി കുറയ്ക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കൂടുതൽ അറിവുകൾ ഉണ്ടാവുള്ളൂ. ഈ കമ്പനിയുടെ ഈ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻ സൈഡ്സിനെ പറ്റിയിട്ട് ഒരു അറിവുണ്ടാവില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ HR ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങളൊരു അക്കൗണ്ട്സ് ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഇതിവിടെ ക്വാർട്ടേർലി ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങളൊരു IT സെക്ടർ അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്പറേഷൻ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇവിടെ ഏത് സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ HR തോന്നും ഹി നോ സംതിങ്. HR എന്താക്കും, അത് നിങ്ങളെ നെക്സ്റ്റ് റൗണ്ടിൽ ടെക്നിക്കൽ സൈഡ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞിട്ട് നിങ്ങളാണ് നെക്സ്റ്റ് റൗണ്ടിലോട്ടേക്ക് നിങ്ങളെ പറഞ്ഞയക്കും. സോ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. നോർമലി 1, 2, 3 ഒരു 3 പാർട്ടാണ് ഉണ്ടാവുക. HR ടെക്നിക്കൽ സൈഡ്, പിന്നെ ബോസ്, അല്ലെങ്കിൽ HR ടെക്നിക്കൽ സൈഡ്, പിന്നെ നെക്സ്റ്റ് സീനിയർ ലെവൽ, പിന്നെ ബോസ്. അപ്പൊ ടെക്നിക്കൽ സൈഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു ഫ്രണ്ട് ആയിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. കാരണം നിങ്ങളും അവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എങ്ങനെയാണ് വർക്കിംഗ് അവേഴ്സ്, സ്ട്രെസ് ഉണ്ടോ, അല്ലെങ്കിൽ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ടോ, ഓൺ ടൈമിൽ നമ്മൾ അധികം സമയം ഇരിക്കേണ്ടി വരുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. സോ അവന് തോന്നും ഇയാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടി ഒരു സപ്പോർട്ട് ആവുന്നു, അവർക്കൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ദ ഫൈനൽ പാർട്ട് ബോസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ബോസിന് നിങ്ങൾ പണ്ട് എന്തായിരുന്നോ ഇപ്പോൾ എന്താ ഒന്നും അറിയണ്ട. ബോസിന് നിങ്ങളുടെ ഫ്യൂച്ചറാണ് വേണ്ടത്. ലൈക്ക് നിങ്ങൾ കാരണം കമ്പനിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ, ഹി ക്യാൻ ജനറേറ്റ് മോർ സെയിൽസ് ഓർ അങ്ങനെ എന്തെങ്കിലും, ലൈക്ക് ടെക്നിക്കൽ സൈഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ, ഇവൻ കാരണം എൻ്റെ കച്ചവടം കൂട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രെസ് കുറയോ, അത് മാത്രമേ ബോസ് നോക്കുള്ളൂ. അപ്പോൾ ബോസിനോട് നിങ്ങളെപ്പോഴും കഴിഞ്ഞ ഓപ്പറേഷൻ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾ അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ബോസിനോട് പറയാം, നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോസിന്റെ ഫോണിൽ തന്നെ നമുക്ക് അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും, കമ്പനിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കൂടും, അങ്ങനെ എന്തെങ്കിലും നെക്സ്റ്റ് ലെവലിൽ സാധനങ്ങൾ ലൈക്ക് ഒരു AI, ഇപ്പോൾ AI പറ്റിയുള്ള എന്തെങ്കിലും സജഷൻസ് കൊടുക്കാം. നമുക്ക് സോഫ്റ്റ്വെയറിൽ AI കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഞാൻ കഴിഞ്ഞ കമ്പനി ചെയ്തിട്ട് വർക്കൗട്ട് ആയതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായി, ബോസിന് ഒരു ഇംപ്രഷനായി. സോ നിങ്ങൾ 3 സൈഡിലും, HR സൈഡിൽ ഒരു കാര്യം പറയണം, ടെക്നിക്കൽ സൈഡിൽ വേറൊരു കാര്യം പറയണം, ബോസിന്റെ സൈഡിൽ വേറൊരു കാര്യം പറയണം. അങ്ങനെ എവിടെ പറയണം എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ നോക്കുക. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.